ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന മറ്റെല്ലാ ഭക്തന്മാർക്കും വളരെ ഹാർദവമായ സ്വാഗതം നമ്മുടെ റെഗുലർ ഭാഗവതം ചർച്ചയിലേക്ക്. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒന്നാമത്തെ ക്യാൻറ്റോ 8ാമത്തെ അധ്യായം കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ്, പ്രാർത്ഥനകൾ, അവിടെയാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനകൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 26ാമത്തെ ശ്ലോകം വരെയാണ് വായിച്ചത്. ഈ ഒരു ഭാഗത്ത് കുന്തി മഹാറാണി ആർക്കാണ് ഭഗവാനെ കാണാനുള്ള ഒരു അവകാശമുള്ളത്, അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടുന്നത് മാത്രമല്ല, അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു. പിന്നെ രണ്ടാമത് കുന്തി മഹാറാണി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. കാരണം വൃഷ്ണികുലത്തിൽ വസുദേവ നന്ദനായിട്ട്, ഗോപകുമാരനായിട്ട്, ദേവകി നന്ദനായിട്ട്, ഗോവിന്ദായ ഇതൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ വളരെ മനോഹരമായിട്ട് പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആ ദേവകി മാതാവ് കംസനിൽ നിന്നും ഏറ്റത്. അപ്പോൾ ദേവകിയെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങ് ചെന്നു. പക്ഷേ ദേവകിയേക്കാൾ കൂടുതൽ കാരുണ്യം എനിക്കാണ് കിട്ടിയത്. കാരണം ദേവകിയുടെ മക്കളെ അങ്ങ് സംരക്ഷിച്ച് ഇല്ല, പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും ചേർത്താണ് അങ്ങ് സംരക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് കുന്തി മഹാറാണി ഭഗവാനോട് തൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഭഗവാൻ തന്നെ സംരക്ഷിച്ചത് എന്ന് കുന്തി മഹാറാണി പറയുന്നു. ശ്ലോകം: വിശാൻ മഹാഗ്നി പുരുഷാദ ദർശനാത് അസത്സഭായ വനവാസകൃച്ഛ്രത മൃഡേ മൃഡേ അനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാശ്മ ഹരേഭിരക്ഷിത. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ എന്നിട്ട് കുന്തി മഹാറാണി പറയുന്നു, ഇതൊക്കെ വീണ്ടും വീണ്ടും എനിക്ക് വന്നു ചേരട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഇതൊക്കെ വന്ന സമയത്ത് അങ്ങ് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ വിപത്തുക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വന്നിട്ട് സ്ഥിരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിപത്തുക്കൾ വെൽക്കം ചെയ്യാനുള്ള ഒരു അവസ്ഥയാണ് കുന്തി മഹാറാണിക്കുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു അവസ്ഥയിലൊന്നും അല്ല. കുന്തി മഹാറാണി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും ഭക്തന്മാരിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ട് എന്നും നമ്മൾ കണ്ടു. അതിനുശേഷം കുന്തി മഹാറാണി പറയുന്നു, എല്ലാം ഉണ്ടെങ്കിലും ജന്മം, ഐശ്വര്യം, ശ്രുത, ശ്രീ, ഇതെല്ലാം വന്നിട്ട് ആൾക്കാരെ ഏതമാനഹ മദഹ പുമാൻ, അതായത് അഹങ്കാരികളാക്കും. അവർക്ക് ഭഗവാനെ കിട്ടാൻ സാധ്യതയില്ല. കാരണം അങ്ങ് അകിഞ്ചന ഗോചരനാണ്. എന്താണ് അകിഞ്ചന ഗോചരൻ എന്ന് പറഞ്ഞാൽ? ഒരു കയ്യിൽ ഒന്നും എടുക്കാനില്ലാത്ത ആൾക്കാർക്കുള്ള ധനമാണ് അങ്ങ്. അവർക്ക് മാത്രമേ അങ്ങേ ലഭിക്കുകയുള്ളൂ. നമ്മൾ പിന്നെ കേട്ടു ദുര്യോധനൻ്റെയും എല്ലാവരുടെയും കാര്യം കേട്ടു. ദുര്യോധനൻ വന്നിട്ട് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി സ്വന്തം കൊട്ടാരവുമെല്ലാം ഒരുക്കി വളരെ വിശിഷ്ട ഭോജ്യങ്ങളും ഒക്കെ നിരത്തി വെച്ചിരുന്നു. പക്ഷേ ഭഗവാൻ പോയത് വിദുര പത്നി കൊടുക്കുന്ന ആ പഴത്തിൻ്റെയും പത്നി പഴം കൊടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചതാണ്. പക്ഷേ ആ ഒരു ആങ്സൈറ്റിയിൽ, എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്നുള്ള ആങ്സൈറ്റിയിൽ എന്ത് ചെയ്തു പോയി, തൊലിയാണ് കൊടുത്തത്. പക്ഷേ ഭഗവാൻ വന്നിട്ട് വളരെ സ്വാദോടുകൂടി ആ ഭക്തി സ്വീകരിച്ചു. നമുക്കറിയാം, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി എന്നാണ്, അല്ലേ? അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. നമ്മളിനി 27ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. നമുക്ക് ചെറിയൊരു പ്രാർത്ഥന ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്യാൻറ്റോ 8ാമത്തെ അധ്യായം 27ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അനുഷ്ടുപ് ഛന്ദസ്സിൽ തന്നെ നമ്മൾ വായിക്കണം. നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാ രാമായ ശാന്തായ
കൈവല്യപതയേ നമഃ. നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. നമോ അകിഞ്ചന വൃത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. ഭഗവാന് വീണ്ടും പ്രണമിച്ചുകൊണ്ട് കുന്തി മഹാറാണി പറയുകയാണ് നമഃ. അകിഞ്ചന വിത്തായ, നേരത്തെ നമുക്ക് ആ വാക്ക് പരിചയമുണ്ട്. അകിഞ്ചന ഗോചരം എന്നാണ് പറഞ്ഞത്. എന്താണ് അകിഞ്ചന ഗോചരത്തിന്റെ അർത്ഥം? അകിഞ്ചന എന്ന് പറഞ്ഞാൽ ഒന്നും കയ്യിലില്ലാത്തവൻ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇവിടെയും കുന്തി മഹാറാണി വീണ്ടും വീണ്ടും വന്നിട്ട് അതിനെ വേറൊരു വിധത്തിൽ പറയുകയാണ് അകിഞ്ചന വിത്തായ. അകിഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നയാ പൈസ പോലും കയ്യിലില്ലാത്ത ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കുള്ള ധനം വിത്തം. വിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കുള്ള ധനം. ആരാണ് അകിഞ്ചന വിത്തായ? അതേ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണ്. അൺടു ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയലി ഇംപോവറിഷ്ഡ്. ഭൗതികമായിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ല എങ്കിലും ഒരു കുഴപ്പവുമില്ല. കാരണം നിങ്ങൾക്ക് ആരാണുള്ളത് കൂടെ? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് കൂടെയുള്ളത്. അടുത്ത ലൈൻ നിവൃത്ത ഗുണവൃത്തയേ. നിവൃത്ത എന്താണ്? നിവൃത്ത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രാൻസെൻഡൻ്റൽ ടു ദ ആക്ഷൻസ് ഓഫ് മെറ്റീരിയൽ മോഡ്സ്. നിവൃത്ത ഗുണ, നിവൃത്ത ഗുണവൃത്തയേ. അതായത് ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ അല്ലേ? നമ്മൾ ശരീരം എടുക്കുമ്പോൾ ആ ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു 3 ഗുണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ സത്വഗുണത്തിൽ, ചിലപ്പോൾ രജോ ഗുണത്തിൽ, ചിലപ്പോൾ തമോ ഗുണത്തിൽ. പക്ഷേ ഭഗവാൻ വന്നിട്ട് അവിടെ അവതരിക്കുമ്പോൾ, ഭൗതിക ലോകത്തിൽ അവതരിച്ചാലും ശരി, എവിടെ ആത്മീയ ലോകത്തിലായിരുന്നാലും ശരി, അദ്ദേഹം ആത്മീയ ലോകത്തിൽ പിന്നെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഈ ഗുണങ്ങൾ മെറ്റീരിയൽ മോഡ്സ് വർക്ക് ചെയ്യില്ല. ഇനി ഭഗവാൻ വന്നിട്ട് ഇവിടെ വസുദേവ ദേവകി നന്ദനനായിട്ടോ അല്ലെങ്കിൽ ഗോപകുമാരനായിട്ടോ ഒക്കെ ഇവിടെ ലീലകളാടുമ്പോൾ എന്താണ് പ്രത്യേകത? നമ്മളെ ബാധിക്കുന്നത് പോലെയുള്ള സത്വ രജ തമോ ഗുണങ്ങളുടെ കെട്ടുപാടുകൾ ഭഗവാന് ഇല്ല. അതായത് ഈ ഗുണങ്ങൾ പ്രകൃതിയാണ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ എന്താണ്? ദാനമാണ്. സ്പീഷീസ് അല്ലേ? നമ്മളതിനകത്ത് ജീവാത്മാവ് ആ സ്പീഷീസിലെ ലൈഫ് സ്വീകരിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ശരീരം സ്വീകരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഭഗവാന്റെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭഗവാൻ വന്നിട്ട് ഇവിടെ അവതരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വേച്ഛപ്രകാരമാണ്. എന്താണ് ഭഗവാൻ പറയുന്നത്? മമ മായയ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വരുന്നത്. അദ്ദേഹത്തിന് വന്നിട്ട് എന്താകേണ്ട ആവശ്യമില്ല. നിർബന്ധിതപൂർവം ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ മകനായി ഗർഭപാത്രത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വസുദേവ ദേവകിമാരുടെ ഗർഭത്തിൽ നിന്ന് ഭഗവാൻ പുറത്തു വന്നത് ചെറിയ ശിശുവായിട്ടല്ല. അദ്ദേഹത്തിന് അവിടുന്ന് എങ്ങനെയാണ് പുറത്തു വന്നത്? ചതുർഭുജ രൂപിയായിട്ടുള്ള ഭഗവാൻ നാരായണൻ്റെ രൂപത്തിലാണ് അദ്ദേഹം ആർക്ക് പ്രത്യക്ഷപ്പെട്ടത്? തൻ്റെ മാതാപിതാക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഏതെങ്കിലും കുട്ടി അങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ടോ? സോ ഹീ സ്പെഷ്യൽ. എങ്ങനെയാണ് അദ്ദേഹം സ്പെഷ്യൽ ആകുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വേച്ഛപ്രകാരമാണ് ഒരു ചെറിയ കുട്ടിയായിട്ട് അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നത്? വസുദേവരുടെ മുന്നിൽ എത്തുന്നത്. എന്നിട്ട് വസുദേവരോട് പറയുകയാണ്, എന്നെ ഇവിടെ നിന്നും ഗോകുലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ഭഗവാൻ പറയുന്നില്ലേ ഭഗവത്ഗീതയിൽ? എൻ്റെ ജന്മവും കർമ്മവും ദിവ്യമാണ് എന്ന് ആരാണ് മനസ്സിലാക്കുന്നത്? അവർ വന്നിട്ട് ഈ ഭൗതിക ലോകത്ത് ഇനി ജീവിക്കാൻ ഇടവരുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ജനിക്കാൻ ഇടവരുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അതേപോലെ ഇവിടെ പറയുകയാണ് നിവൃത്ത ഗുണവൃത്തയെ. അതിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്താണ്? ഗുണങ്ങൾ, ഭൗതിക ലോകത്തിലുള്ള സത്വ രജ തമ ഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നതല്ല. കാരണം ആ ഗുണങ്ങളുടെ എല്ലാം മേലെയാണ് അദ്ദേഹം. നിരുഗുണ എന്ന് പറയും അല്ലേ? അപ്പോൾ നിവൃത്ത ഗുണവൃത്തയേ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി
ആത്മാരാമായ. എന്താണ് ആത്മാരാമൻ? ആത്മാരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം വന്നിട്ട് പൂർണ്ണമായി ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നവൻ. അദ്ദേഹത്തിന് ആനന്ദം അനുഭവിക്കാൻ ഇനി വേറെ ആരുടെ ആവശ്യം വരുന്നില്ല. എന്താണ് ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ? യുവർ സെൽഫ് സാറ്റിസ്ഫൈഡ്. അങ്ങനെ ആകെ ഒരാളെ ഉള്ളൂ. ആരാണ്? ഭഗവാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ ഭക്തന്മാരും. ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപ്പി ഉരുക്രമേ കുർവന്തി അഹൈതു കിം ഭക്തിം ഇത്തം ഭൂതഗുണോഹരി. ആത്മാരാമന്മാർ, അതായത് സ്വന്തം ആത്മാവിൽ അല്ലെങ്കിൽ ആ ഒരു ഭഗവാനിൽ വന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിയുന്ന ആൾക്കാർ പോലും ആര് വഹിക്കും? ഭഗവാന്റെ ഗുണഗണങ്ങളിൽ ആകൃഷ്ടരായി മാറും. അങ്ങനെയുള്ള ഗുണഗണങ്ങളുടെ ഉടമയാണ് ഹരി എന്നാണ് നേരത്തെയുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്താണ് പറയുന്നത്? ആത്മാരാമനാണ്. ശാന്തായ, യു ആർ ദ മോസ്റ്റ് ജെന്റിൽ ആൻഡ് കൈവല്യപതയേ നമഃ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദമാണ്. എന്താണ് ഈ കൈവല്യം എന്ന് പറയുന്നത്? ഇതിനകത്ത് പ്രഭുപാദ് എഴുതിയേക്കുന്നത് അൺടു ദ മാസ്റ്റർ ഓഫ് ദ മോണിസ്റ്റ്സ് എന്നാണ്. എന്താണ് പ്രഭുപാദ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. അദ്വൈതവാദികളുടെ അധിപൻ. നോക്കൂ, അദ്വൈതവാദികൾ എന്താണ് പറയുന്നത്? ഭഗവാനും ഞാനും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. അതാണ് അവരുടെ കൈവല്യം, അതായത് ഭഗവാനിൽ ലീനമായി മാറുക എന്നത്. എന്താണ്? മരണശേഷം വന്നിട്ട് ആ പരമാത്മാവിൽ ലയിച്ചു ചേരുക എന്നൊക്കെയുള്ള പദങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. എത്ര തരത്തിലുള്ള മുക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? 5 തരത്തിലുള്ള മുക്തിയുണ്ട്. ഒന്നാമത്തെ മുക്തി എന്ന് പറയുന്നത് സായുജ്യം. അത് ഭക്തന്മാർ മുക്തിയായിട്ട് കണക്കാക്കുന്നില്ല. കാരണം ആ പറഞ്ഞ സായുജ്യമാണ് ഇവിടെ കൈവല്യം എന്ന പേരിൽ അദ്വൈതവാദികൾ പറയുന്നത്. എന്താണത്? മരണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് മോണിസം അല്ലെങ്കിൽ അദ്വൈതവാദം. അതായത് ഞാനും ആ പരമാത്മാവും തമ്മിൽ എന്താണ്? ഒരു വ്യത്യാസവുമില്ല. മരണത്തിന് ശേഷം, അതായത് എൻ്റെ ശരീരം പോയി കഴിയുമ്പോൾ ഈ ആത്മാവ് വന്നിട്ട് പരമാത്മാവിൽ ലയിച്ചു ചേരും എന്ന് പറയുന്ന മുക്തിക്ക് പറയണ പേരാണ് എന്ത്? സായുജ്യം എന്ന് പറയുന്നത്. ഇനി 4 തരത്തിലുള്ള മുക്തിയുണ്ട്. അതാണ് സാരൂപ്യം, സാലോക്യം, സാഷ്ടി ആൻഡ് സാമീപ്യം. എന്താണ് ഇതിൻ്റെ ഈ പദത്തിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്കറിയാം. സാലോക്യം, ഒരേ ലോകത്തിൽ ഭഗവാനോട് ചേർന്ന് വസിക്കുക. വൈകുണ്ഠ ലോകങ്ങളിൽ അനേകായിരം അല്ലെങ്കിൽ അനേകം വന്നിട്ട് എണ്ണമറ്റ ജീവാത്മാക്കളുണ്ട്, നിത്യസിദ്ധന്മാരുണ്ട്. അവിടെ അവരെവിടെയാണ് വസിക്കുന്നത്? ഭഗവാന്റെ സ്വന്തം ലോകത്ത്, വൈകുണ്ഠ ഗ്രഹങ്ങളിൽ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്. ശംഖ ചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള ഭഗവാന്റെ ഏത് കയ്യിലാണോ ശംഖം ചക്ര ഗദാ പത്മങ്ങൾ വന്നിട്ട് ആ കോമ്പിനേഷൻസ് എണ്ണമറ്റതുണ്ട്. അതേപോലെ തന്നെ ആ വൈകുണ്ഠ ഗ്രഹങ്ങളും എണ്ണമറ്റതുണ്ട്. അവിടെ എല്ലാം ആരുണ്ട്? അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് ആ ലോകത്ത് വസിക്കുന്ന ജീവാത്മാക്കളുണ്ട്. സാലോക്യം. സാരൂപ്യം, അവർക്കെല്ലാം ഏത് രൂപമാണ്? സ്വയം ഭഗവാന്റെ രൂപം തന്നെയാണ്. വിഷ്ണുദൂതന്മാർ വന്നിട്ട് അജാമിളൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? വിഷ്ണുദൂതന്മാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് 4 കൈകളാണുള്ളത്. ശംഖ് ചക്ര ഗദ പത്മധാരികളായിട്ട് തന്നെയാണ് അവരും. പക്ഷെ അവർക്ക് കൗസ്തുഭ എന്ന് പറയുന്ന ജം അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. ശ്രീവത്സവും കൗസ്തുഭവും ഭഗവാനെ വന്നിട്ട് അവരിൽ നിന്നും വ്യത്യസ്തനാകുന്നു. നോക്കൂ, സാരൂപ്യം, സാലോക്യം, സാഷ്ടി. ഭഗവാന്റെ ലോകത്തിൽ ആ ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അതേ ഓപ്പുലൻസുകൾ അനുഭവിച്ചാണ്. അവിടെ ആരും വന്നിട്ട് രാജാവും പ്രജയും തമ്മിൽ അന്തരമില്ല. ഇവിടെ നമ്മൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയും. എന്താണ് പറയുന്നത്? ഭരണവർഗവും അധകൃത വർഗവും അല്ലെങ്കിൽ അടിസ്ഥാന വർഗവും തമ്മിൽ ഭയങ്കര ഗ്യാപ്പാണ്. ഇവർക്കുള്ള പ്രിവിലേജും ഇവർക്കുള്ള റൈറ്റ്സും ഇവർക്കുള്ള ഫെസിലിറ്റീസും ഒന്നും ഈ വർഗത്തിന് ഇല്ല എന്നൊക്കെ പറയും. വൈകുണ്ഠ ലോകങ്ങളിൽ അങ്ങനെയൊന്നുമല്ല. വൈകുണ്ഠ ലോകങ്ങളിൽ അവിടെ ഭഗവാനോടൊപ്പം തന്നെ സാരൂപ്യ, സാലോക്യ, സാഷ്ടി, സെയിം ഓപ്പുലൻസസ്, സെയിം ഐശ്വര്യങ്ങളാണ് അവിടെ ആർക്കുള്ളത്? ആ ഭക്തന്മാർക്കുള്ളത്. സാമീപ്യ നമുക്കറിയല്ലേ, എവിടെയാണ് വാമനമൂർത്തി വന്നിട്ട് നമ്മുടെ ബലി മഹാരാജാവിന്
നമ്മൾ പറയും ഇത് ഓണം വരാൻ പോകുന്നു, ഇനി നമ്മൾ എന്നും കേൾക്കുന്ന കാര്യം എന്താണ്? ബലി മഹാരാജാവിനെ ചവിട്ടിത്താഴ്ത്തി 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 എന്ന്. എവിടെയാണ് ഈ ചവിട്ടിത്താഴ്ത്തിയ റെഫറൻസ് ഉള്ളത് എന്ന് ചോദിച്ചു നോക്കൂ. ഭാഗവതം എടുത്ത് തുറന്ന് കാണിച്ചു കൊടുക്കൂ. എങ്ങോട്ടാണ് ബലി മഹാരാജാവ് പോയതെന്ന് പറയൂ. നിങ്ങൾക്കറിയാമോ? ഇല്ല, വായിച്ചു നോക്കണം. ഭാഗവതം വാമനാവതാരം. ബലി മഹാരാജാവിനെ വന്നിട്ട് എന്താണ് ആ ചെറിയ അഹങ്കാരം, എനിക്ക് എന്ത് വേണമെങ്കിലും ദാനം ചെയ്യാൻ കഴിയും, ഞാൻ ഈ സകല ഭൂലോകത്തിൻ്റെയും അധിപനാണ് എന്നുള്ള ഒരു കുട്ടി അഹങ്കാരം ആർക്കുണ്ടായിരുന്നു? ബലി മഹാരാജാവിന്. ഭഗവാൻ വന്നിട്ട് ബലി മഹാരാജാവിൻ്റെ അടുത്ത് നിന്ന് എല്ലാം വാങ്ങിച്ചു ദാനമായിട്ട്. എന്നിട്ട് ചോദിച്ചു, എൻ്റെ മൂന്നാമത്തെ കാല് എവിടെയാണ് ഞാൻ വെക്കേണ്ടത്? അപ്പോഴേക്കും തീർന്നു ബലി മഹാരാജാവിൻ്റെ ബലി മഹാരാജാവിൻ്റെ അഹങ്കാരം തീർന്നു. സ്വയം ഭഗവാന്റെ പാദങ്ങൾ ശിരസിൽ വെക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് ഭാഗ്യമുണ്ടാകുക? ബലി മഹാരാജാവിന് ആ ഭാഗ്യം കിട്ടി. എന്നിട്ട് ആർക്കാണ്? സ്വന്തം ലക്ഷ്മി ദേവിക്ക് പോലും ഇല്ല. ലക്ഷ്മി ദേവി ആ പാദങ്ങൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാദം വന്നിട്ട് തലയിൽ വെക്കാൻ ആകെ 2 പേർക്കാണ് ഭാഗവതത്തിൽ എന്തുണ്ടായിരിക്കുന്നത്? ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. ഒന്ന് കാളിയനാണ്. കാളിയൻ്റെ ഫണത്തിൻ്റെ മേലെ കയറി ഭഗവാൻ വന്നിട്ട് നൃത്തം ചെയ്തപ്പോൾ ആ പാദങ്ങളുടെ സീലാണ് അവിടെ പതിപ്പിച്ച് വെച്ചത് ഓരോ ഫണത്തിൻ്റെ മേലും. ഗരുഡൻ വന്ന് നോക്കുമ്പോൾ ആ സീല് കാണുമ്പോൾ ഇത് ഞാൻ വന്നിട്ട് മുദ്ര പതിപ്പിച്ച കാളിയനാണ്, ഇനി ഇവനെ ഉപദ്രവിക്കരുതെന്ന് ഗരുഡൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കൂടി കാളിയനെ ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ ഒരാളും പിന്നെ ഒരാളാകെ ഈ ബലി മഹാരാജാവാണ്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ബലി മഹാരാജാവിനെ എന്ത് ചെയ്തു? ചവിട്ടിത്താഴ്ത്തിയെന്ന്. എങ്ങോട്ട് ചവിട്ടിത്താഴ്ത്തിയെന്ന്? സുതലം എന്ന് പറയുന്ന ആ വളരെയധികം ഓപ്പുലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് ആർക്ക് കൊടുത്തത്? അദ്ദേഹം ബലി മഹാരാജാവിന് കൊടുക്കുന്നത്. എന്നിട്ട് ബലി മഹാരാജാവ് എന്തിനായിരുന്നു ഈ യജ്ഞങ്ങളും അതും ഇതുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ അടുത്ത ഇന്ദ്രനായി മാറാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രളയത്തിന് ശേഷം അടുത്ത സൃഷ്ടി നടക്കുമ്പോൾ ഈ ബലി മഹാരാജാവ് എന്തായി മാറും? അതിനുള്ള അനുഗ്രഹവും കൊടുത്തു. അതും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ദ്രനായി മാറും. ബലി മഹാരാജാവിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതിരുന്നില്ല. ഇനിയും ഒരു കാര്യവും കൂടി, ഈ ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ ബലി മഹാരാജാവിന് ഇതൊക്കെയാണോ മെയിനായിട്ട് ചോദിക്കാനുള്ളത്? ബലി മഹാരാജാവ് ചോദിച്ചു, അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള വാമന രൂപം എനിക്ക് എന്നും ദൃശ്യമായിരിക്കണം. വാമനമൂർത്തി പറഞ്ഞു, ഞാൻ നിന്റെ ദ്വാരപാലകനായിട്ട് സുതലത്തിൽ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന്. ഇതാണ് ഭഗവാന് ഭക്തന്മാരോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ബലി മഹാരാജാവിനെ ചതിച്ചു വിഷ്ണു. എന്ത് ചെയ്തു? മൊത്തം എല്ലാം വാങ്ങിച്ചു. പിന്നെ എന്താണ്? ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറയുന്നത്. ഭാഗവതം തുറന്ന് വായിക്കണം. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലേ? എത്ര നാളായിട്ടാണ് നമ്മളെ കള്ളം വിശ്വസിച്ചുകൊണ്ടിരുന്നത്? അല്ലെങ്കിലും വന്നിട്ട് ഭഗവാൻ പറയുന്നു സുഹൃത്താണ് ഞാൻ എന്ന് പറയുന്നു. സുഹൃത്തിന് എങ്ങനെയാണ്? ബലി മഹാരാജാവിൻ്റെ ഹൃദയത്തിലില്ലേ ഭഗവാൻ? ഉണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലുണ്ട് ഭഗവാൻ. ബലി മഹാരാജാവിൻ്റെ ഹൃദയത്തിലുണ്ട്. പിന്നെ ഈ സുഹൃത്തായ ഭഗവാന് ഇനി ഒരു അതായത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിന് അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. ബന്ധു, മിത്രം, സഖ, ഇതിൻ്റെ എല്ലാം അങ്ങേ അറ്റത്തെ ബന്ധമാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. നമ്മൾ ആരെയെങ്കിലും ചേർത്ത് ആലിംഗനം ചെയ്യുകയാണെങ്കിൽ അതിലും അടുത്താണ് ഭഗവാൻ നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഭഗവാന് ആ തരത്തിലൊരു ചതി ആരോട് ചെയ്യാൻ തോന്നുന്നത്? ബലി മഹാരാജാവിനോട്, ഇന്ദ്രനോട് പക്ഷം ചേർന്ന് അസുരനായ ബലിയെ ചതിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതാണ് കാരണം, നമ്മൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഭാഗവതം വായിക്കണം. ഭാഗവതത്തിൻ്റെ അകത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ എന്താണ് കൈവല്യപതയ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൈവല്യപതയ എന്ന് പറഞ്ഞാൽ ഈ കൈവല്യം നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ. എന്താണ് ഈ കൈവല്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വിട്ടു. അതിനുശേഷമാണ് സാരൂപ്യം, സാലോക്യം, സാഷ്ടി, സാമീപ്യം. നമ്മൾ സാമീപ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബലി മഹാരാജാവിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ സാമീപ്യം, ഭഗവാൻ വന്നിട്ട് എന്നും ബലി മഹാരാജാവിന് ദൃശ്യനായിരുന്നു. സമീപം, അത് അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ തന്നെ ആയിരിക്കണം എന്ന് ആധ്യാത്മിക ലോകങ്ങളിൽ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. ആ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഈ കൈവല്യം? കൈവല്യം എന്ന് പറയുന്നത് മോണിസ്റ്റുകൾ പറയുന്നതാണ്. അൺ ടു ദ മാസ്റ്റർ ഓഫ് ദ മോണിസ്റ്റ്. ഈ മോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ എഴുതി വെച്ചേക്കണു, അദ്വൈതവാദികളെന്ന്. എന്താണ് കൈവല്യം?
ഭഗവാനിൽ ലയിച്ചു ചേരുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? എന്താണ് പറയുന്നത്? കൈവല്യം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മുക്തിയായിട്ട് ആര് കണക്കാക്കുന്നില്ല? ഭക്തന്മാർ കണക്കാക്കുന്നില്ല. അത് അദ്വൈതവാദികൾക്ക് മാത്രം മതി. എന്താണ്? ഒരു സേവനവും ചെയ്യേണ്ട, അവിടെ അങ്ങനെ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചിരിക്കാം. കാലാകാലത്തോളം ആണോ? അല്ല. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. യേ അന്യേ അരവിന്ദ വിമുക്തമാനിനാസ് ത്വൈ അഷ്ടഭാവാത് അവിശുദ്ധ ബുദ്ധയാ ആരൂഹ്യ കൃച്ഛ്രേണ പരം പദം തഥാ പതന്തി അനാദൃതയൂഷ്മദംഘ്രയാ. ഇതാണ് ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സനത് കുമാരന്മാർ വന്നിട്ട് ജയവിജയന്മാരെ കാണാൻ പോകുമ്പോൾ 3rd ക്യാൻറ്റോയിൽ, അതായത് ജയവിജയന്മാരുടെ മുന്നിൽ കൂടി അവർ വന്നിട്ട് അകത്ത് കയറി ഭഗവാനെ കാണണമെന്ന് വൈകുണ്ഠത്തിൽ പോകുമ്പോൾ ആ ഒരു സമയത്ത് പറയുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള ശ്ലോകമാണിത്. ആരാണോ ഏ അന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിനസ് ത്വൈ അഷ്ടഭാവാത് അവിശുദ്ധ ബുദ്ധയ ആരൂഹ്യ കൃച്ഛ്രേണ പരംപദം, ഞങ്ങൾ പരമപദത്തിൽ എത്തി എന്നവർ വിചാരിക്കും. ആരാണോ അരവിന്ദാക്ഷ വിമുക്തമാനിന, ഭഗവാന്റെ ആ പൂ പോലെയുള്ള ആ പാദങ്ങളെ ആരാണോ അഭയം പ്രാപിക്കാത്തത്, അല്ലെങ്കിൽ അതിനെ സേവനം ചെയ്യാൻ വേണ്ടി ആരാണോ ആഗ്രഹിക്കാത്തത്, ഞങ്ങൾ പരമപദത്തിൽ എത്തി എന്നവർ വിചാരിക്കും. തഥാ പതന്തി, എന്താണ്? അവിടെ നിന്നും തിരിച്ചു വരേണ്ടി വരും. അനാദൃതയൂഷ്മദംഘ്രയ, അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ സേവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അവിടെ ഇല്ലാത്തത് കാരണം ആ പരമപദം, ഏത് പരമപദം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ അദ്വൈതവാദികൾ പറയുന്ന മോക്ഷം അല്ലെങ്കിൽ സായുജ്യം എന്ന് പറയുന്നത്. ഇനി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, കൈവല്യം നരകായതേ ത്രിദശപുരാകാശപുഷ്പായതേ ദുർദന്തേന്ദ്രിയകാലസർപ്പപതലീ പ്രോത്കാദംഷ്ട്രായതേ വിശ്വം പൂർണ്ണസുഖായതേ വിധിമഹേന്ദ്രാദിശ്ച കീടായതേ യത്കാരുണ്യകടാക്ഷവൈഭവതാം തം ഗൗരമേവ സ്തുമഃ. എന്താണ്? പ്രകാശാനന്ദ സരസ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, കൈവല്യം എന്ന് പറയുന്നത് നരകമാണ്, എനിക്കത് വേണ്ട. എന്താണ്? അവിടെ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഇല്ല, ഒരു അവസരമില്ല. അവിടെ വെറുതെ ഇങ്ങനെ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കാം. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും എന്നാണ്? അവിടെ നിന്നും തിരിച്ചു വരേണ്ടി വരും. കാരണം അവിടെ സേവനമില്ല. സേവനമില്ലാതെ വന്നിട്ട് ഭക്തന്മാർക്ക് അവിടെ എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളത്? ഇല്ല, അവിടെ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് കൈവല്യം നരകായത്. ത്രിദശപുർ ആകാശപുഷ്പായത്, അവിടെയാണ് നമ്മൾ ആകാശപുഷ്പം, ഫെൻടാസ്മോഗോറിയ എന്ന് പറഞ്ഞ ഒരു വാക്കിനെ പരിചയപ്പെടുന്നത്. എന്താണ് ത്രിദശപുർ? അതായത് ലോകം, അതായത് എന്താണ് ഈ ഉപരിലോകങ്ങൾ എന്ന് പറയുന്നത് ആകാശപുഷ്പം പോലെയാണ്. ഇന്ന് വരും, പിന്നെ നാളെ അപ്രത്യക്ഷമാകും, വീണ്ടും വരും, അപ്രത്യക്ഷമാകും. എല്ലാം ടെമ്പററി ആണ് എന്ന് ആർക്കറിയാം? ഭക്തന്മാർക്കറിയാം. കൈവല്യം നരകായതേ ത്രിദശപുർ ആകാശപുഷ്പായതേ ദുരദന്തേന്ദ്രിയ കാലസർപ്പ പതലി, അതായത് ഒരു കാലസർപ്പം അതുപോലെയാണ് ആര്? ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. എപ്പോൾ കടിക്കാമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നത് കാലസർപ്പമാണ്. നോക്കൂ, ആ പാമ്പ് വായു പൊളിച്ചിരിക്കുമ്പോൾ ഒരു കൊടിലും കൊണ്ട് അതിൻ്റെ 2 വിശപ്പല്ലും കൂടി ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് എത്ര കൊത്തിയാലും ഒരു പ്രശ്നവും ഇല്ല. അതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആരുടെ ഇന്ദ്രിയങ്ങൾ? ഭക്തന്മാരുടെ ഇന്ദ്രിയങ്ങൾ. എന്താണ്? ഈ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരുന്നാൽ ഇത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വായം തുറന്നു വന്നാൽ ഒന്നും സംഭവിക്കൂല. എന്താണ്? ഇതിന് വിശപ്പല്ലില്ല, എല്ലാം പഠിച്ചെടുത്തു, എല്ലാം പറിച്ചെടുത്തു. അതാണ് ഈ പ്രത്യേകത. എന്താണ്? ദുർദന്തേന്ദ്രിയ കാലസർപ്പ പതലി. അത്ര വലിയ കാലസർപ്പമാണ് എന്ത്? ഈ ഭൗതിക ജീവിതം. ഇന്ദ്രിയ സുഖങ്ങളാകുന്ന വിശപ്പല്ലുകളാണ് ഉള്ളത് കാലസർപ്പത്തിന്. പ്രോത്ഘാതദംഷ്ട്രായത്തെ, ദംഷ്ട്ര എന്താണ്? പല്ല്. പ്രോത്ഘാതദംഷ്ട്രായത എന്ന് പറഞ്ഞാൽ പല്ലിനെ എടുത്ത് കളഞ്ഞു. പിന്നെ എന്താണ് അതിനകത്ത് പ്രത്യേകിച്ച് ഇനി കടിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല, ആ പാമ്പ് അതിൻ്റെ പാട്ടിന് പൊയ്ക്കോളും. അതാണ് ഇന്ദ്രിയങ്ങൾ. ആരുടെ ഇന്ദ്രിയങ്ങൾ?
പരിശുദ്ധ ഭക്തന്മാരുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. തീർന്നില്ല. വിധി മഹേന്ദ്രാദിശ്ച കീടായതി. വിധി, ആരാണ് വിധി എന്ന് വിളിക്കുന്ന ആള്? ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവനെയാണ് വിധി എന്ന് വിളിക്കുന്നത്. മഹേന്ദ്രൻ, ദേവന്മാരിലും ദേവൻ. നോക്കൂ, സ്വർഗാധിപതിയും ബ്രഹ്മലോകത്തിന് അധിപതിയുമായിട്ടുള്ള ആൾക്കാർ. എന്താണ് ആ പൊസിഷൻസ്? അതൊക്കെ പൊസിഷൻസാണ്. ബ്രഹ്മദേവൻ, അനേകായിരം ബ്രഹ്മദേവന്മാരുണ്ട്. 4 തലയുള്ള ആള്, 2 തലയുള്ള ആള്, 1 തലയുള്ള ആള്, 10 തലയുള്ള ആള്, എത്ര തലയുള്ള ആൾക്കാരുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ 13ാമത്തെ ചാപ്റ്റർ ബ്രഹ്മവിമോഹന ലീല. അതിൻ്റെ അകത്ത് ഭഗവാനെ പരീക്ഷിക്കുമ്പോൾ ബ്രഹ്മദേവൻ സ്വയം വന്നിട്ട് എന്തായി മാറുന്നു മനസ്സിലാക്കുന്നു. ഞാൻ വന്നിട്ട് ഈ ഒരു എണ്ണമറ്റ ഭൗതിക പ്രപഞ്ചത്തിൽ ആകെ ഒരു ചെറിയ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതിയാണ്. ആ ബ്രഹ്മദേവൻ മനസ്സിലാക്കുന്നു. അതുപോലെ ഒരുപാട് ബ്രഹ്മ ആക്കളുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ വിധി മഹേന്ദ്രാദിശ്ച കീടായതേ. ആ പൊസിഷൻ എന്ന് പറയുന്നത് നിസ്സാരം കീടം പോലെയാണ്. ആർക്ക്? പരമഭക്തന്മാർക്ക്. യത് കാരുണ്യ കടാക്ഷ വൈഭവതാം തം ഗൗരം ഏ വസ്തുമ. ആ പരമദിവ്യോത്തമ പുരുഷൻ ആണ് ആരായിട്ട് വന്നിരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളിലുള്ള ഭക്തി മാത്രം എനിക്ക് മതിയെന്നാണ് പ്രകാശാനന്ദ സരസ്വതി പറയുന്നത്. അപ്പോൾ ഈ കൈവല്യം എന്ന് പറയുന്നത് സിംപ്ലി വന്നിട്ട് എന്താണ് നരകം പോലെയാണ് എന്ന്. നോക്കൂ, ആരാണ് അത്ര കഷ്ടപ്പെട്ടിട്ട് ഈ കൈവല്യത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? അത്രയധികം തത്വചിന്തയും പഠിച്ച്, അത്രയധികം വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട്, അത്രയധികം വേദാന്തങ്ങളും അഭ്യസിച്ച്, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അഭ്യസിച്ച് അവസാനം കൈവല്യത്തിലെത്തി നിൽക്കുമ്പോൾ ഭക്തന്മാർക്ക് സിംപ്ലി കിട്ടും. എന്താണ്? ഭഗവാന്റെ തിരിച്ച് ലോകത്തിലേക്ക് പോകാനുള്ള വരം. കൈവല്യത്തിന് എന്താണ് അവിടെ സ്ഥാനമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആര് ചോദിക്കുന്നു? കുന്തി മഹാറാണി പറയുന്നു, കൈവല്യപതയേ നമഃ. ആരാണോ ഈ അദ്വൈതവാദികൾ വന്നിട്ട് ഭഗവാനെ, അങ്ങയുടെ ബ്രഹ്മജ്യോതിയെ വന്നിട്ട് വളരെ ഉന്നതമായി കണക്കാക്കുന്നത്, അതിൻ്റെയും നാഥൻ അങ്ങാണ് എന്ന് പറയും. നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. എന്താണ് വായിക്കാൻ നമുക്ക്? പ്രഭുപാദ എഴുതിയിരിക്കുന്നത്, ഭൗതികമായി ദരിദ്രമായവരുടെ അമൂല്യ സമ്പത്തായ അങ്ങേക്ക് എൻ്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതി ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ അങ്ങേ ബാധിക്കുന്നില്ല. അതാണ് നിവൃത്ത ഗുണവൃത്തയെ. അങ്ങ് സ്വയം സംതൃപ്തനാകയാൽ ആത്മാരാമായ അതീവ സൗമ്യനും ശാന്തായ അദ്വൈതവാദികളുടെ അധിപനുമാകുന്നു. കൈവല്യപതയെ. ഇതാണ് കുന്തിദേവി പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വലിയൊരു പർപ്പോർട്ടാണ് ശീല പ്രഭുപാദ എഴുതിയിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അത് കാരണം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അടുത്ത ശ്ലോകം, മന്യേ ത്വം കാലമീശാനാം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥാ ഖലി. മന്യേ ത്വാം കാലമീശാനാം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥാ ഖലി. മന്യേ ത്വാം കാലമീശാനാം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥാ ഖലി. എന്താണ് പറയുന്നത്? മന്യേ, എൻ്റെ അഭിപ്രായത്തിൽ. ആരുടെ അഭിപ്രായത്തിൽ? കുന്തി മഹാറാണിയുടെ അഭിപ്രായത്തിൽ. ത്വാം, അങ്ങ്. കാലം, ഈശാനാം. എന്താണ്? ആരാണങ്ങ്? കാലമാണ്. എന്താണ് കാലം? ഭഗവത്ഗീതയിൽ ഭഗവാൻ വന്നിട്ട് എന്ത് കാണിച്ചു കൊടുക്കും അർജുനന്? വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അതിനെ പറയുന്നത് എന്ത് വിശ്വരൂപം എന്നറിയാമോ? കാലരൂപം എന്നാണ് പറയുന്നത്. അതായത് അർജുനനോട് പറയുകയാണ്, യു സി, ഫ്യൂച്ചർ കാണൂ അർജുന. എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ? കാലത്തിനെയാണ് കാണിച്ചു കൊടുത്തത്. എല്ലാവരും വന്നിട്ട് പാണ്ഡവന്മാരുടെ
ഒഴികെയുള്ള ബാക്കി എല്ലാവരും വന്നിട്ട് ഭഗവാന്റെ ദംഷ്ട്രകളിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് അകത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. കാലമാണ് അങ്ങ്. ഈശാനാം, പരമദിവ്യോത്തമ പുരുഷനാണ്. അനാദി നിധനം, ആദിയുമില്ല അന്തവുമില്ല. അനാദി നിധനം. വിഭും, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന, സർവവ്യാപി. പിന്നെ സമം ചരന്തം സർവത്ര, ഇത്രയൊക്കെയാണ് അങ്ങ്. ആരാണ്? കാലമാണ്, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന കാലമാണ് ഞാൻ എന്ന് ഭഗവാൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് കാലം? അനാദിനിധനം, തുടക്കവുമില്ല ഒടുക്കവുമില്ല അദ്ദേഹത്തിന്. വിഭു, സർവവ്യാപി. പക്ഷെ അങ്ങ് സമം, എല്ലാവർക്കും ഒരുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടിയിൽ, പ്രപഞ്ചത്തിൽ സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭഗവാന് സ്പെഷ്യലാണ്. ആരാണ്? പരമദിവ്യോത്തമ പുരുഷൻ്റെ അംശങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. സമം ചരന്തം സർവത്ര, എല്ലാം വന്നിട്ട് ഈക്വലി വന്നിട്ട് അദ്ദേഹം വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും. കരുണ എന്ന് പറയുന്നത് ഭഗവാൻ പക്ഷപാതം ഒന്നും ചെയ്യണില്ല, നമ്മളാണ് പക്ഷപാതം ചെയ്യുന്നത്. ചില ആൾക്കാർ പറയും, നോക്കൂ അയാൾക്ക് എന്തുമാത്രം ആണ് വന്നിട്ട് ബുദ്ധിമുട്ടേണ്ടി വരുന്നത്, ഇയാൾക്ക് ഇത്രയധികം വന്നിട്ട് എന്താണ് സമ്പത്തും അതും ഇതുമൊക്കെ ഉണ്ട്, പക്ഷെ അവർ ദരിദ്രരാണ്. ഇത് നിങ്ങളുടെ ഈശ്വരൻ പക്ഷപാതം കാണിക്കുന്നത് കൊണ്ടല്ലേ? ആണോ? ആണോ? ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് പറയുന്നത്. എന്താണ്? സുഹൃതം സർവഭൂതാനാം, ഞാൻ എല്ലാവർക്കും സമനാണെന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. ആ ഒരു ശ്ലോകം മറന്നുപോയി. എന്താണ്? ഭഗവാൻ എല്ലാവർക്കും സമനാണെന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. പക്ഷേ അത് ആരാണോ മേഴ്സി സ്വീകരിക്കുന്നത്, ഒബ്വിയസ്ലി അവർക്കായിരിക്കും അത് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾ എല്ലാവരും വന്ന സൂര്യപ്രകാശത്തിൽ നിൽക്കുവാണ്. ഒരാൾ കണ്ണടച്ച് കറുത്ത തുണി കൊണ്ടെല്ലാം ബന്ധിച്ചിട്ട് എനിക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, സൂര്യൻ എന്നോട് മാത്രം എന്ത് ചെയ്യുന്നില്ല, സൂര്യൻ എന്നോട് മാത്രം ഇത് കാണിക്കുന്നില്ല, പക്ഷഭേദം കാണിക്കുന്നു, ബാക്കി എല്ലാവർക്കും കാണാം, എനിക്ക് മാത്രം കാണാൻ പറ്റുന്നില്ല. ഇതെന്താ? നമ്മളല്ലേ പക്ഷഭേദം കാണിച്ചത്? തുണിയെല്ലാം എടുത്ത് മൂടി കണ്ണും അടച്ച് കെട്ടി വെച്ചിട്ട് അവിടെ പോയി നിന്ന് സൂര്യൻ എനിക്ക് പക്ഷഭേദം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമ്മളല്ലേ പക്ഷഭേദം കാണിക്കുന്നത്? തുറന്ന് നോക്കൂ, സൂര്യനെ, വെളിച്ചത്തിനെ നോക്കൂ, ചുറ്റുമുള്ളവരെ നോക്കൂ. എല്ലാവരും കണ്ണും തുറന്ന് സൂര്യപ്രകാശത്തിൽ നിൽക്കുന്നു. പിന്നെ നമ്മൾ മാത്രം കണ്ണടച്ച് നിന്നിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഭഗവാൻ വന്നിട്ട് തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നു, ഇല്ലേ? എല്ലായിടത്തും നിലനിൽക്കുന്നു, പക്ഷെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? മുഴുവൻ വന്നിട്ട് എന്താണ്? അജ്ഞാന തിമിര അന്ധസ്യ, എല്ലാം കണ്ണു കാണാതെ ഇരിക്കുകയാണ്. എന്താണ്? അജ്ഞാന തിമിര അന്ധസ്യ, അറിയില്ല എങ്ങനെയാണ് ഭഗവാനെ കാണേണ്ടതെന്ന്. ഭഗവാൻ വന്നിട്ട് വിഭൂതി യോഗത്തിൽ പറയുന്നു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതാണ്, പർവ്വതങ്ങളിൽ വന്നിട്ട് ഹിമവാനാണ് ഞാൻ, എന്താണ് മത്സ്യങ്ങളിൽ വന്നിട്ട് തിമിംഗലമാണ് ഞാൻ, വന്നിട്ട് ദേവന്മാരിൽ ഇന്ദ്രനാണ്, വില്ലാളികളിൽ അർജുനനാണ്, സ്ഥിരമായിട്ട് നിൽക്കുന്നവരിൽ ഹിമവാനാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇതിനകത്തെല്ലാം ഭഗവാനെ കാണാൻ പറ്റും. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശിസൂര്യയോ എന്നൊക്കെ പറയും. അതായത് ഈ വെള്ളത്തിൻ്റെ രസം ഞാനാണ്. വളരെയധികം ദാഹിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം. എന്തൊരാശ്വാസമാണ്! ആ വെള്ളത്തിൻ്റെ രസം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഭഗവാനെ കണ്ടിട്ടില്ല എന്ന്. അതും പോരാഞ്ഞ് ഭഗവാൻ വന്നിട്ട് വളരെ മനോഹരമായ ശ്യാമസുന്ദര രൂപത്തിൽ അർച്ചാവിഗ്രഹമായിട്ട് വന്നിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നമ്മളാരും അവിടെ പോവാറേ ഇല്ല. ദർശനം എടുക്കാൻ പോകാതെ ഇരുന്നിട്ട് പറയും, ഭഗവാനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആരാണ് പക്ഷാഭേദം ചെയ്യുന്നത്? ഭഗവാനാണോ നമ്മളാണോ പക്ഷാഭേദം ചെയ്യുന്നത്? മനഃപൂർവ്വം പോകാതെ ഇരുന്ന്, മനഃപൂർവ്വം സൂര്യപ്രകാശം വേണ്ടാന്ന് വിചാരിച്ച്, മനഃപൂർവ്വം കൃഷ്ണനെ കാണണ്ട എന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് നമ്മൾ പറയും, എനിക്ക് കൃഷ്ണനെ അറിയില്ല, കാണാൻ പറ്റുന്നില്ല എന്ന്.
അപ്പം ആരാണ് സമം? ഭഗവാൻ സമമാണ്. സമം ചരന്തം സർവത്ര, സർവത്ര ഭൂതാനാം യൻ മിഥാ കലി. എന്താണ് ഈ ഒരു ഭഗവാൻ വന്നിട്ട് എല്ലാ ജീവജാലങ്ങളിലും വന്നിട്ട് പ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ആര് കാണും? ഭഗവത്ഗീതയിൽ പറയുന്നു, ആര് കാണും? പണ്ഡിത സമദർശിനഃ കാണും. അവർ ഇങ്ങനെ കാണും, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവ്, ഭഗവാൻ പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിലുണ്ട്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിത സമദർശിന. അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റും. നമ്മൾ പറയും ഭഗവാനെ എനിക്ക് കാണാൻ പറ്റണില്ല. കാരണം എന്താണ്? നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നത് തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പ്രഭുപാദ് പറയുന്നത്? അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആധിപത്യം ശാശ്വതവും പരമവും ആദിയും അന്തമില്ലാത്തതും സർവവ്യാപിയുമായ ഒന്നാണെന്ന് ഞാൻ നിരൂപിക്കുന്നു. കൃപ ചൊരിയുന്നതിൽ അങ്ങ് എവരെയും സമാനമായി കണക്കാക്കുന്നു. ജീവാത്മാക്കൾ തമ്മിലുള്ള കലഹത്തിന് നിദാനം സാമൂഹ്യ ബന്ധങ്ങളാകുന്നു. അതാണ് ഇൻഈക്വാലിറ്റി. ഇപ്പോൾ വളരെയധികം പറയുന്ന വാക്കാണ്. എന്താണ്? അസഹിഷ്ണുത. അതിന് കാരണം ഈശ്വരനാണെന്നാണ് എല്ലാവരും കുറ്റം പറയുന്നത്. എവിടെയാണ്? നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് അടിയും പിടിയും ബഹളവും ഉണ്ടാക്കി അവരെ ചൂഷണം ചെയ്ത് വന്നിട്ട് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, സമൂഹത്തിൽ വന്നിട്ട് അസഹിഷ്ണുത ഉണ്ടാക്കി വെച്ചിട്ട് പറയും ഇതിന് കാരണം ഈശ്വരനാണെന്ന് പറയും. കാരണം എന്താണ്? ജീവാത്മാക്കൾ തമ്മിലുള്ള കലഹത്തിന് നിദാനം സാമൂഹ്യ ബന്ധങ്ങളാണ്. അപ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല, കുന്തിദേവി പറയുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ ഫിലോസഫിയാണ് കുന്തിദേവി പറയുന്നത് അല്ലേ? നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം എന്താണെന്ന്. ഇത് നീളമുള്ള ശ്ലോകമാണ്. അപ്പം നമ്മൾ വായിക്കുന്നതും അതേപോലെ ഉള്ള വൃത്തത്തിലാണ്. ന വേദ കശ്ചിത് ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹി ചേത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ന വേദ കശ്ചിത് ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹി ചേത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ന വേദ കശ്ചിത് ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹി ചേത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഐ എം ഈക്വൽ ടു എവ്രി വൺ, ഐ ഹാവ് നോ പാർഷ്യാലിറ്റി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഇവിടെ കുന്തി മഹാറാണി എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ്. കുന്തി മഹാറാണി ആദ്യം പറഞ്ഞു, അങ്ങ് ഞങ്ങളെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും സംരക്ഷിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും ഭഗവാൻ കുന്തി മഹാറാണിയെ മാത്രം സംരക്ഷിച്ചു. കുന്തി മഹാറാണിയുടെ മക്കളെയും കുന്തി മഹാറാണിയെയും മാത്രം സംരക്ഷിച്ചു. വിഷമിച്ചിരിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുന്നില്ലല്ലോ. ഈയിടെ മഹാവതാർ നരസിംഹ മൂവി ഇറങ്ങി. അതിൻ്റെ റിവ്യൂ ഒരാൾ കൊടുത്തു. ആ റിവ്യൂവിൽ അയാൾ പറയുന്നതാണ്, പ്രഹ്ലാദനെ മാത്രം സംരക്ഷിച്ചു, ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും വന്നിട്ട് മരണത്തിന് വിട്ടുകൊടുത്തതിൻ്റെ അങ്ങനെ ഒരു അസഹിഷ്ണുത മാത്രമാണ് എനിക്ക് ആ ക്യാരക്ടറിനോട് തോന്നിയത് എന്ന്. നോക്കൂ എന്തൊക്കെയാണ് ആൾക്കാർ ഭഗവാനിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്. ഒരാളുടെ ജീവിതം എത്ര നാൾ നീണ്ടു നിൽക്കണം, എത്ര നാൾ അയാൾ ജീവിക്കണം, എന്ന് അവസാനിക്കണം എന്ന് പറയുന്നത് പ്രീഡിറ്റർമിൻഡ് ആണ് അയാളുടെ കർമ്മത്തിൻ്റെ ഇതുകൊണ്ട്. ആ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഭക്തന്മാരായാൽ വന്നിട്ട് കുറയും. പക്ഷേ ഭക്തന്മാരെല്ലാം എല്ലാ കാലവും ജീവിച്ചിരിക്കുകയില്ലല്ലോ, എല്ലാവർക്കും മരിക്കണ്ടേ. ഏതെങ്കിലും ഒരു സമയത്ത് ശരീരം വന്നിട്ട് നശ്വരമാണ്. അത് ഭൗതിക ജീവിതത്തിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം എക്സ്പയറി ഡേറ്റ് അടിച്ച് വേണം വരുന്നത്. ആ എക്സ്പയറി ഡേറ്റിനകത്ത് വന്നിട്ട് എന്ന് എക്സ്പയറി ആകണം എന്നുള്ളത് ഓൾറെഡി എത്ര ശ്വാസം
എത്ര വലിക്കണം എന്നുള്ളത് എല്ലാം പ്രിഡിറ്റർമിൻഡ് ആണ്. അത് നമ്മളുടെ ഭൗതിക ശരീരമായതുകൊണ്ട് ആണ്. അപ്പോൾ പ്രഹ്ലാദന് എത്ര കാലം ജീവിച്ചിരിക്കണമെന്നും ബാക്കി അതിനുള്ളിൽ ഹിരണ്യകശിപുവിൻ്റെ കൈകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ കൈകൊണ്ട് മരിക്കുന്ന സാധുക്കൾ എത്ര കാലം ജീവിച്ചിരിക്കണമെന്നും ഒക്കെ പ്രീഡിറ്റർമിൻഡ് ആണ്. ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രഹ്ലാദനെ മാത്രം രക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രഹ്ലാദൻ്റെ തരത്തിലുള്ള അത്രയും വിശ്വാസവും പ്രഹ്ലാദൻ്റെ അത്രയും വന്നിട്ട് ഫെയ്ത്തും ഇതിനെല്ലാം എക്സാമ്പിളായിട്ട് നമ്മൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നരസിംഹ അവതാരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ പറയുന്നു ന വേദ കശ്ചിത്, ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല ഇങ്ങനത്തെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഭഗവാന്റെ പ്രവർത്തികൾക്ക് പിന്നിലുള്ള റീസൺസ്. ന വേദ കശ്ചിത് ഭഗവം ചികീർഷിതം പാസ്റ്റ് ടൈംസ്. എന്തിന് പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി നരസിംഹമൂർത്തി വന്നു? സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യ തത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. എന്തിനു വന്നു? ആർക്കും അറിയാൻ പറ്റുകയില്ല. ന വേദ കശ്ചിത് ഭഗവം ചികീർഷിതം തവേ ഇഹമാനസ്യ നൃണാം വിഡംബനം. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് ഭ്രാന്താകും. അതാണ് എൻ്റെ ശരിക്കുള്ള അർത്ഥം. എന്താണ്? തവേഹ മാനസ്യ നൃണാം വിഡംബനം. ആർക്കും മനസ്സിലാകുകയില്ല എന്താണ് ഈ ലീലകളുടെയൊക്കെ പിന്നിലുള്ളത് എന്ന്. ന വേദ കശ്ചിത് ഭഗവം ചികീർഷിതം. അങ്ങയുടെ ലീലകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കുകയില്ല. തവേഹ മാനസ്യ നൃടാം വിഡംബനം. മനുഷ്യന്മാർ ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ ആകെപ്പാടെ വന്നിട്ട് അതിനെ അവർക്ക് ഭ്രാന്തായി പോകും, ചിന്തിച്ച് വട്ടായി പോകും എന്ന് പറയും. പിന്നെ എന്താണ് പറയുന്നത്? ആശ്ചര്യജനകം. അതാണ് യഥാർത്ഥത്തിലുള്ള വാക്ക്. മിസ്ലീഡിങ്, വിഡംബനം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചിന്തിച്ചു കൂട്ടുന്നത്? അനുമാനിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്താണ് ഭഗവാന്റെ ലീലകളുടെ അർത്ഥം എന്നത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഡീപ്പായിട്ട് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ അറിയണം. അറ്റ്ലീസ്റ്റ് അതിൻ്റെ സൂപ്പർഫിഷ്യൽ, അതായത് ഉപരിതലത്തിലെങ്കിലും എന്താണ് ഈ ലീലകളുടെയൊക്കെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആചാര്യന്മാരുടെ പുസ്തകങ്ങൾ വായിക്കണം, അവരുടെ ലെക്ചർ കേൾക്കണം, അവരിൽ നിന്നും കേട്ട് മനസ്സിലാക്കണം. അല്ലാണ്ട് നമുക്ക് മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പിന്നെ പറയും, പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി വന്നു, ബാക്കിയുള്ള ഭക്തന്മാരൊക്കെ ഇവിടെ മരിക്കുമ്പോൾ ഭഗവാൻ എന്ത് വരാത്തത് എന്ന് നമ്മൾ വീണ്ടും പറയും, അല്ലേ? എന്താണ് മൂവി റിവ്യൂ ചെയ്ത ആൾ പറഞ്ഞതുപോലെ ഇരിക്കും. പിന്നെ എന്താണ് പറഞ്ഞത്? നായസ്യ കശ്ചിത് ദയിതോസ്തി കർഹിച്ചിത്. അതാണ് നായസ്യ, ഒരിക്കലും അദ്ദേഹത്തിന് ആരും വന്നിട്ട് ദയിത, അതായത് എന്താണ് ഇഷ്ടപ്പെട്ടവരുമില്ല, ദ്വേഷ്യശ്ച, ആരോട് ദേഷ്യവുമില്ല. എന്താണ്? ദ്വേഷ്യയും ഇല്ല, ദയിതയുമില്ല. ദയിത എന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അസൂയ ഉളവാക്കുന്ന വസ്തു എന്നാണ്. പക്ഷേ ഇവിടെ പ്രഭുപാദിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ദയിത എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓഫ് സ്പെസിഫിക് ഫേവർ, അതായത് പ്രിയമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ദയിത, പ്രിയമുള്ളത്, ഇഷ്ടമുള്ളയാൾ, അതിനെയാണ് ദയിത എന്ന് പറയുന്നത്. ദ്വേഷ്യ നമുക്കറിയാം, ദേഷ്യമുള്ളയാൾ. അപ്പം ഭഗവാന് ദയിത, ദ്വേഷ്യ ഇത് രണ്ടും ഇല്ല. കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് സെയിം ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരാളോട് ദയിതയും ഒരാളോട് ദ്വേഷ്യവും എങ്ങനെ ഉണ്ടാകും? ഇല്ല. ഇതെല്ലാം വന്നിട്ട് നൃണാം വിഡംബനം. എന്താണ്? ദ്വേഷ്യ യസ്മിൻ വിഷമാ മതിർ നൃണാം. അത് നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്നതാണ്. ഭഗവാൻ ചില ആൾക്കാരെ ഫേവർ ചെയ്യുന്നു, ചില ആൾക്കാരെ വന്നിട്ട് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രകാരം ബുദ്ധിമുട്ടിലാക്കുന്നു. വൈ ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു? അതൊക്കെ നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് വന്നത് എന്ന് പ്രഭുപാദി നേരത്തെ മുതലേ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു കർമ്മത്തിൻ്റെ ഭാണ്ഡക്കെട്ട് തലയിലേറ്റിക്കൊണ്ടാണ് ജനിച്ചു വീഴുന്നത് തന്നെ. ആ ജന്മം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ്
എടുത്ത് തലയിൽ വരച്ച് വെച്ചിരിക്കുന്നത് എന്ന്, അതൊക്കെ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. കാരണം നമുക്ക് ഈ ഒരു ജന്മത്തിൻ്റെ അപ്പുറത്തൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. പൂർവ്വജന്മം എന്തായിരുന്നു എന്നോ ഇനി വരാനിരിക്കുന്ന ജന്മം എന്തായിരുന്നു എന്നോ എന്താണ് ഇന്നലെ വരെ ഞാൻ ചെയ്തതോ എന്നുപോലും നമുക്ക് ഓർമ്മയില്ല. എന്നിട്ടാണ് നമ്മൾ ഭഗവാനെ കുറ്റം പറയുന്നത്, യു ആർ പാർഷ്യൽ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ പറയുന്നു നയസ്യ കശ്ചിത് ദയിതോ, അദ്ദേഹത്തിന് ഒരിക്കലും പ്രിയമുളവാക്കുന്ന ഒരു ആളില്ല. കർഹിച്ചിത് ദ്വേഷ്യ, അങ്ങനെയും ഒരിക്കലും വന്നിട്ട് ദേഷിക്കുന്ന ഒരാളുമില്ല. ഹിരണ്യകശിപുവിനെ കൊന്നില്ലേ? ഹിരണ്യകശിപുവിനെ ഭഗവാന്റെ കൈകൊണ്ട് കൊന്നിട്ട് എന്താ ഭഗവാൻ പറഞ്ഞത്? വിത്ത് മൈ ടച്ച് ഹീ ഈസ് ലിബറേറ്റഡ് ഫ്രം ഓൾ സിൻസ്. ഞാൻ സ്പർശിച്ചത് കൊണ്ട് അതേ എന്താണ് കരങ്ങൾ, പ്രഹ്ലാദൻ്റെ തലയിൽ വന്നിട്ട് അനുഗ്രഹമായിട്ട് വന്ന ആ തവ കര കമല വരെ, ആ കമലമായിട്ടുള്ള കൈകൾ തന്നെയാണ് ആരുടെ? ഹിരണ്യകശിപുവിൻ്റെ നെഞ്ചു പിളർന്നത്. നഖാം അത്ഭുത ശൃംഗാം അല്ലേ, നെഞ്ചു പിളർന്നത്. പ്രഹ്ലാദന് അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു? ദയിതയായിരുന്നു അല്ലേ, അദ്ദേഹത്തിനോട് പ്രിയമുള്ളവനായിരുന്നു. കാരണം പ്രഹ്ലാദൻ അങ്ങനെയാണ് അദ്ദേഹത്തിനോട് പെരുമാറിയത്. ഹിരണ്യകശിപു ആരാണ്? ദ്വേഷ്യശ്ച, പ്രത്യക്ഷത്തിൽ അങ്ങനെയാണെന്ന് പറയാം. എന്താണ്? ഹിരണ്യകശിപു അങ്ങനെയാണ് അദ്ദേഹത്തിനോട് പെരുമാറിയത്. രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള റെസിപ്രൊക്കേഷൻ. ഹിരണ്യകശിപുവിന് എന്ത് കിട്ടി? ഹിരണ്യകശിപുവിന് എന്ത് കിട്ടി? എന്താണ്? ഹതാരി ഗതിദായക എന്ന് ഭഗവാനെ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണ്? ആരെയാണോ ഭഗവാൻ വധിക്കുന്നത് അവർക്ക് ഗതിദായക. ഗതി എന്ന് പറഞ്ഞാൽ അടുത്ത അവരുടെ ഡെസ്റ്റിനേഷൻ എന്താണോ അവർക്ക് നല്ലതിനായിട്ടുള്ളത് ആ ഡെസ്റ്റിനേഷനാണ്. ഭഗവാന്റെ കൈകൊണ്ട് ആര് മരിക്കണമോ അവർക്ക് തിരിച്ച് അവരുടെ ഡെസ്റ്റിനേഷൻ, നല്ല ഡെസ്റ്റിനേഷൻ കിട്ടുമെന്നുള്ളതാണ് ഹതാരി ഗതിദായക എന്ന് പറയുന്നത്. ഇനിയും പറയുന്നു പാർത്ഥ അസ്ത്രപൂത പദം ആപുരത്യ. ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ഭീഷ്മദേവൻ പറയുകയാണ് പാർത്ഥാസ്ത്രപൂത പദമാപുരത്യ. എന്താണ്? പാർത്ഥൻ്റെ അസ്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ഇച്ഛയാണ്. പാർത്ഥൻ്റെ അസ്ത്രം എന്ന് പറയുന്നത് പാർത്ഥാസ്ത്രപൂത പൂത. അതുകൊണ്ട് അതാരാണോ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് സ്വന്തം ശരീരത്തിൽ ഏൽക്കുന്നത് പദം ആപുരത്യ, അദ്ദേഹം വന്നിട്ട് എന്താകും? അദ്ദേഹത്തിന് ഹയർ ഡെസ്റ്റിനേഷൻ കിട്ടും. ആരാണോ മരിച്ചിരിക്കുന്നത് അവർക്ക്. രാമചന്ദ്രമൂർത്തിയുടെ അസ്ത്രം രാമബാണം വന്നിട്ട് മാരീചൻ്റെ ഹൃദയത്തിൽ, മാരീചന് എന്താണ് കിട്ടിയത്? മാരീചന് സദ്ഗതിയാണ് കിട്ടിയത്. സദ്ഗതി എന്ന് പറഞ്ഞാൽ മാരീചൻ്റെ ആക്ച്വലി ആഗ്രഹം രാമനെ സേവിക്കുക എന്നുള്ളതല്ല. എന്താണോ ആഗ്രഹം അതിനനുസരിച്ചുള്ള ഗതിയാണ് കിട്ടുന്നത്. ഇനി രാമബാണമേറ്റ് വാലി മരിച്ചു. വാലിക്ക് ആ സദ്ഗതിയാണ് കിട്ടിയത്. സോ ആരാണോ ഭഗവാൻ വന്നിട്ട് ഫേവർ ചെയ്യുന്നത് അൺഫേവർ ചെയ്യുന്നത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എല്ലാവരെയും ഭഗവാൻ ഫേവറാണ് ചെയ്യുന്നത്. പ്രഹ്ലാദന് ഒരു തരത്തിലുള്ള ഫേവർ, ഹിരണ്യകശിപുന് ഇനിയൊരു തരത്തിലുള്ള ഫേവർ, മാരീചൻ ഇനിയൊരു തരത്തിലുള്ള ഫേവർ, വാലിക്ക് ഇനിയൊരു തരത്തിലുള്ള ഫേവർ, സുഗ്രീവന് ഇനിയൊരു തരത്തിലുള്ള ഫേവർ. ഇവർക്കെല്ലാം ഭഗവാൻ ഫേവർ തന്നെ ചെയ്തത്. കാരണം ഭഗവാന്റെ സേവയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വന്നിട്ട് വിവിധ റോൾസ് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നയസ്യ കശ്ചിത് ദയിതോ, ആരും ഭഗവാന് പ്രിയമുള്ളവരായിട്ടെന്ന് പറയാനും പറ്റില്ല. കർഹിച്ച് ദ്വേഷ്യശ്ച, ദ്വേഷിക്കുന്നവരാന്നും പറയാൻ പറ്റില്ല. കാരണം ഭഗവാൻ എല്ലാവർക്കും സമനാണ്. യസ്മിൻ വിഷമാ മതിർനൃണ. അങ്ങനെയൊക്കെ നമ്മൾ പക്ഷാഭേദം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമാജിനേഷനാണ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മനുഷ്യ അവതാരത്തിലുള്ള അതീന്ദ്രിയ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആകയാൽ അവ വഴിതെറ്റിക്കുന്നവയാണ്. വഴിതെറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കരുത്. വിഡംബനത്തിൻ്റെ മലയാളം വാക്കാണ് എഴുതിയിരിക്കുന്നത്. അത് മിസ്ലീഡിംഗ് ആണ്. അതായത് നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. അല്ലാതെ ലീലകളും വഴിതെറ്റിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. അങ്ങേക്ക് സവിശേഷ പ്രീതി ഉളവാക്കുന്ന യാതൊരു വസ്തുവുമില്ല എന്ന് മാത്രമല്ല, അങ്ങേക്ക് അസൂയ ഉളവാക്കുന്ന യാതൊരു പൊരുളുമില്ല. പക്ഷെ ജനങ്ങൾ അങ്ങ് പക്ഷവേദക്കാരനാണെന്ന് സങ്കല്പിക്കുന്നു. നോക്കൂ, ആരുടെയാണ് പ്രശ്നം? നമ്മുടെയാണ് പ്രശ്നം. നോക്കൂ, അതിനകത്ത് പ്രഭുപാദ് പറഞ്ഞു, പതിതാത്മാക്കൾക്ക് മേൽ ഭഗവത് കൃപ തുല്യമായി വിതരണം ചെയ്തിരിക്കുന്നു. ഭഗവാന് സവിശേഷ വൈരമുള്ളവരായി ആരും തന്നെ ഇല്ല.
പരമദിവ്യോത്തമ പുരുഷനെ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്ന സങ്കല്പം വഴിതെറ്റിക്കുന്നതാകുന്നു. മനുഷ്യരുടേതിന് സമാനമായി ഭഗവാന്റെ ലീലകൾ കാണപ്പെടുന്നു എങ്കിലും അവ യഥാർത്ഥത്തിൽ ഭൗതിക മാലിന്യങ്ങളുടെ യാതൊരു കലർപ്പുമില്ലാത്ത അതീന്ദ്രിയ ലീലകളാകുന്നു. അദ്ദേഹത്തിന്റെ ഭക്തരോട് ഭഗവാൻ നിസ്സന്ദേഹം മമത കാട്ടുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ സൂര്യൻ എത്രത്തോളം ആരോടും ഒരിക്കലും പക്ഷപാതം കാട്ടുന്നില്ലയോ അതേപോലെ ഭഗവാനും ഒരിക്കലും പക്ഷപാതിയല്ല. സൂര്യരശ്മികളെ ഫലപ്രദമായി വിനിയോഗിക്കയാൽ കല്ലുകൾ പോലും പലപ്പോഴും മൂല്യമുള്ളവയാകുന്നു. അതേസമയം വേണ്ടുവോളം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെയും ഒരു അന്ധന് സൂര്യനെ ദർശിക്കാൻ സാധ്യമല്ല. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. നമ്മളുടെ കണ്ണിൽ അജ്ഞാനം കൊണ്ട് തിമിരം ബാധിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ രൂപം ദർശിക്കാൻ കഴിയുകയില്ല. അത് ആരുടെ പ്രശ്നം? ഭഗവാന്റെ രൂപത്തിൻ്റെ പ്രശ്നമാണോ? അല്ല, നമ്മുടെ പ്രശ്നമാണ്. ആരാണ് അപ്പോൾ പക്ഷപാതം കാണിക്കുന്നത്? കണ്ണടച്ചു പിടിച്ചിട്ട് എനിക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അന്ധനെ പോലെ തന്നെയാണ് നമ്മളും. ഈ അന്ധകാരം വന്നിട്ട് നമ്മളുടെ കണ്ണിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അജ്ഞത കൊണ്ട് വന്നതാണ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നതാണ് അജ്ഞത, ഇഗ്നോറൻസ്. അതിനെ പ്രകാശം കൊണ്ട് തുറക്കണം, കണ്ണു തുറക്കണം. ആര്? ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അല്ല, യു ആർ നോട്ട് ദിസ് ബോഡി, യു ആർ എ സോൾ. പ്രഭുപാദ് സ്ഥിരം പ്രഭുപാദിൻ്റെ എല്ലാ പർപ്പട്ടിനകത്തും അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ ഒരു വരിയെങ്കിലും എഴുതും, ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം എ സോൾ, ഐ ആം എ സോൾ. എന്തിനാണ് ഇത്രമാത്രം പ്രഭുപാദ് റിപ്പീറ്റ് അടിച്ച് ഇതെല്ലാം പറയുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. പ്രഭുപാദ് പറയുകയാണ് അജ്ഞാന തിമിര അന്ധസ്യ, നമ്മളെല്ലാം അങ്ങനെയാണ്. ജ്ഞാന അഞ്ജന ശലാഖയ, ടോർച്ച് ലൈറ്റ് ഓഫ് നോളജ്. ഇനി ടോർച്ച് കൊണ്ട് പ്രഭുപാദ് വരികയാണ്. എന്ത് ടോർച്ച്? ജ്ഞാനം. അദ്ദേഹത്തിൻ്റെ പ്രൊപ്പർട്സ് എന്ന് പറയുന്നത് ഈ ജ്ഞാനമാണ് നമുക്ക് തരുന്നത്. എവിടെ കിട്ടും വേറെ ഇങ്ങനെ ഒരു ജ്ഞാനം? ഏത് ഗ്രന്ഥത്തിൽ കിട്ടും? ഏത് നോവൽ വായിച്ചാൽ കിട്ടും? ഏത് കാവ്യം വായിച്ചാൽ കിട്ടും? മഹാകാവ്യം വായിച്ചാൽ കിട്ടും? ഒന്നിലും കിട്ടൂല. പ്രഭുപാദിൻ്റെ ബുക്കിലുള്ളതുപോലെ ഈ ടോർച്ച് ലൈറ്റ് ഓഫ് നോളജ് എവിടെയും കിട്ടത്തില്ല. ടോർച്ച് അടിച്ചിട്ട് എന്താണ് പ്രഭുപാദ് കാണിക്കുന്നത്? ചക്ഷുരുന്മിലിതം. എന്താണ്? ആ കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നിന്റെ ശരീരം എന്ന് പറയുന്നത് നശ്വരമാണ്, പക്ഷേ ആത്മാവ് കൃഷ്ണൻ്റെ അംശമാണ്. ഈ അംശവും പൂർണ്ണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്, എറ്റേണൽ റിലേഷൻഷിപ്പ്. അത് നീ മറന്നിരിക്കുന്നത് കൊണ്ടാണ് നീ ഭൗതിക ലോകത്തിൽ വന്നിട്ട് കഷ്ടപ്പെടുന്നത്. ദുഃഖാലയം അശാശ്വതം എന്ന് പറയുന്നത്. എങ്ങനെയാണത് റിവൈവ് ചെയ്തെടുക്കുന്നത്? പരിശുദ്ധ ഭക്തിയുത സേവനം, പടിപടിയായിട്ടുള്ള ഭക്തിയുത സേവനം. എങ്ങനെ? 9 kind of devotional service. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 kinds of ഡിവോഷണൽ സർവീസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യൂ. പ്രസാദം കഴിക്കൂ, ജപിക്കൂ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ. അങ്ങനെ നിനക്ക് ഈ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇത്രയേ ഉള്ളൂ കൃഷ്ണ കോൺഷ്യസ് ഫിലോസഫി. സിമ്പിൾ, ഫിനിഷ്ഡ്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്രയും പഠിക്കണമെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടണം, എത്രയെത്ര ആൾക്കാരുടെ ലെക്ചർ കേൾക്കണം, എത്രയെത്ര പുസ്തകം വായിക്കണം. അത്രയ്ക്ക് സിമ്പിളായിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകുമായിരുന്നെങ്കിൽ പ്രഭുപാദിന് ഇത് റിപ്പീറ്റഡായിട്ട് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രഭുപാദിനറിയാം ഒരു പ്രാവശ്യം വായിച്ചാൽ എന്താകും, ഈ ചെവി കൂടെ കയറ്റി ഈ ചെവി കൂടെ കളയുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം നമ്മളുടെ ഹൃദയത്തിൽ അത്രയ്ക്കും കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ എന്ന് പറയുന്ന അനർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ബ്രഷ് ചെയ്ത് കഴുകി വന്നിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കിയാലേ എന്തെങ്കിലും വന്നിട്ട് പതിക്കുകയുള്ളൂ. ആ ഒരച്ചൊരച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റഡായിട്ട് പ്രഭുപാദിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. യു ആർ നോട്ട് ദിസ് ബോഡി, യു ആർ എ സോൾ, യു ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ, യു ഹാവ് ഫർഗോട്ടൺ ദിസ് and you are suffering in the material world. Just awaken your Krishna consciousness by chanting, eating prasadam and associating with devotees, serving Guru and Krishna. അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കഷ്ടം. എന്താണ്? നമ്മൾ മറ്റേ രത്നാകരൻ, അതായത് ആ ഒരു ഇദ്ദേഹത്തെ പോലെയാണ്.
നാരദ മഹർഷി വന്നിട്ട് രത്നാകരനോട് പറഞ്ഞ് നാമം ജപിക്ക്. രത്നാകരൻ നാമം ജപിക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും രത്നാകരന് പറ്റണില്ല. കാരണം എന്താണ്? അത്രയ്ക്ക് കൊടും പാപമാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കും പറ്റുന്നില്ല. എന്താണ്? എത്രയധികം ജന്മങ്ങളിൽ എത്രയെത്ര പാപങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഭഗവാൻ വിട്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് സാധാരണക്കാരനല്ല. ഗുരു കർണധാരം, ചെവിക്ക് പിടിച്ചിട്ട് നേർവഴിക്ക് നയിക്കാനുള്ളവനാണ്. ഇട്ടിട്ട് പോവൂല. നിന്നെക്കൊണ്ട് ജപിക്കാനേ പറ്റുന്നില്ലേ? എന്തൊരു കഷ്ടമാണ്. എനിക്ക് വേറെ ആൾക്കാരുണ്ട് ജപിക്കാൻ അറിയാവുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് നാരദമുനി ഇട്ടിട്ട് പോയോ? രത്നാകരനെ ഇല്ല. രത്നാകരൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് പരിചയമുള്ളത് ജപിക്കൂ. മര 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 മര, നിനക്ക് പരിചയമുള്ളതാണല്ലോ അത്. അതെനിക്കറിയാൻ മേലാതിരിക്കാൻ വഴിയില്ലല്ലോ. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള, വേറെ ഒന്നും ചെയ്യേണ്ട, വെറും ഹരേ കൃഷ്ണ മഹാമന്ത്രം നാക്കും പല്ലും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇത് ജപിച്ചാൽ മാത്രം മതി. പ്ലീസ് ചാൻഡ് ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി എന്ന് പ്രഭുപാദ് പറയുന്നു. അപ്പോൾ കുന്തി മഹാറാണി പറയുന്നു, നമ്മളാണ് പക്ഷപാതം കാണിക്കുന്നത്, ഭഗവാനല്ല. ഭഗവാൻ ആരും കർഹിച്ചിട്ട് ദയിത്തയുമില്ല ദ്വേഷയുമില്ല. പക്ഷേ ഭഗവാൻ വന്നിട്ട് പക്ഷപാതം കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മളത് സ്വീകരിക്കാൻ കാണിക്കുന്ന പക്ഷപാതമാണ്. നമ്മളത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഭഗവാന്റെ കരുണ നമ്മൾക്ക് കിട്ടും. വേണ്ട, നോ എന്നും പറഞ്ഞ ഒരിടത്ത് ഇരിക്കുവാണെങ്കിൽ അയ്യേ എനിക്ക് കരുണ കിട്ടിയില്ലേ എന്നും പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം എന്താണ്? അത് വേണ്ടാന്ന് വെച്ചത് നമ്മൾ തന്നെയാണ്. സോ നമുക്കാണ് തീരുമാനിക്കാൻ അവകാശം, ഭഗവാന്റെ മേഴ്സി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ പക്ഷപാതം എന്ന് പറയുന്നത് ആർക്കാണുള്ളത്? സ്വീകരിക്കുന്ന നമുക്കാണുള്ളത്, കൊടുക്കുന്ന ഭഗവാനല്ല ഉള്ളത്, അല്ലേ? ഇനി ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല എന്ത് വൈ ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ എന്ന്. എന്തുകൊണ്ടാണ്? നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രകാരം നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിനെ മറക്കാൻ പാടില്ല. എന്താണ്? ചാൻറ്റിങ് ആൻഡ് ഡൂയിങ് സർവീസ്, ഇത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരാണ് പാർഷ്യൽ? ഭഗവാനല്ല, നമ്മളാണ് പാർഷ്യൽ. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഭഗവാൻ പാർഷ്യലാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് 30ാമത്തെ ശ്ലോകം വന്നിട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു.